ചക്കയുടെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് ഇതിനായിട്ട് ഇല വേണം. അതായത് നമ്മുടെ സാധാ വാഴയിലല്ല, ഒരു ഉഴുന്നുണ്ട് എന്ന് പറയും ഇവിടെ. അതിനൊക്കെ ഇല പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട ചക്ക വരട്ടി വെക്കണം കേട്ടോ. ചക്ക വരട്ടിയിട്ട് അതിലേക്കാണ് നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ചക്ക വരട്ടി നല്ലവണ്ണം പാകാക്കി വെച്ചതാണ്. അതൊരു കേടാവണ്ടൊക്കെ ഒരാഴ്ചയോളം ഇരുന്നോളും. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കൂടുതലിരിക്കും. നല്ലോണം ഡ്രൈ ആക്കി വരട്ടാണെങ്കിൽ കുറേ നാളിരിക്കും, മാസങ്ങളോളം ഇരിക്കും. അപ്പോൾ നമ്മളിത് ഒരാഴ്ച മുമ്പ് വരട്ടി വെച്ച ചക്ക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിപ്പൊടിയും ചക്കയും കൂടിയിട്ട് വരട്ടിയതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെയാണ് കുഴയ്ക്കേണ്ടത്. ആ ഒരു പരുവമാണ് വേണ്ടത്. സാധാരണ അട പരത്തുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അധികം വെള്ളം ചേർക്കരുത്. പിന്നീട് എക്സ്ട്രാ മധുരം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കാരണം ചക്ക വരട്ടിയപ്പോൾ അത്യാവശ്യം നമ്മൾ ശർക്കരയിട്ടാണ് വരട്ടിക്കുന്നത്. അപ്പോൾ ആ മധുരം മതി. അതിന് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ഞാനൊന്നും ചേർക്കുന്നില്ല. നല്ലപോലെ കുഴച്ച് മിക്സാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇലയിലേക്ക് ഇത് നമ്മൾ സാധാരണ അട പരത്തുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ച് പരത്തിയാൽ മതി. നല്ലപോലെ പരത്തിയിട്ട് തേങ്ങ ഒന്നും വെക്കണില്ല, ആഡ് ചെയ്യണില്ല. ചക്ക വരട്ടിക്കണം ഓൾറെഡി തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറെ തേങ്ങയുടെ ആവശ്യമില്ല. എന്നിട്ട് നല്ലപോലെ പരത്തുക. 4 പരം നമ്മൾ ഫോൾഡ് ചെയ്യണത് അങ്ങനെ പ്രത്യേക ഫോൾഡിങ്ങാണ് വരുന്നത്. അതിലേക്ക് അങ്ങനെ തന്നെ വേണം അത് ഫോൾഡ് ചെയ്യാനായിട്ട്. നമുക്കത് ആവിലാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഫോൾഡ് ചെയ്യുക. ഇരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിലേക്ക് ആവി കടന്നിട്ട് ചക്ക നല്ലോണം വെന്തോളും. ഈ അട നല്ലോണം വേവായിക്കോളും. നമ്മൾ 8 ചെമ്പിലാണ് ഇത് ആവിയിൽ ഇരിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാ അടകളും നമ്മൾ പരത്തിയെടുക്കണം. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 12 അട ഉണ്ടായിട്ടുള്ളൂ. കാരണം കുറച്ച് ചക്ക വരട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ 250 ഗ്രാമാണ് അരിപ്പൊടി ചേർത്തേക്കണത്. നല്ലപോലെ വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് 25 മിനിറ്റോളം നമുക്കത് വേവിക്കാനായിട്ടുള്ള സമയം കൊടുക്കണം. അതിനുശേഷം നമുക്കത് നോക്കാം. ഇങ്ങനെ ചക്ക കിട്ടുവാണെങ്കിൽ നമുക്ക് വരട്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇതേപോലെ അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്നും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നല്ല ടേസ്റ്റാട്ടോ ഈ അടയ്ക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.